അർജുൻ UAP അടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എല്ലാ ഏജൻസികളും ഉണ്ട്. കാരണം അത്രയും രാജ്യത്തെ ആകെ നടുക്കിയ ഒരു സംഭവമാണല്ലോ. രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് തന്നെ വലിയൊരു ആശങ്കയുണ്ടാക്കിയ കാര്യമാണിത്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെയാകും സുരക്ഷാ ഏജൻസികൾ ഇതിനെ കാണുക. എന്തൊക്കെ വകുപ്പുകൾ കൂടുതലായി ചേർത്തിട്ടുണ്ട്? ഈ ചോദ്യം ചെയ്യലടക്കം എപ്പോൾ പൂർത്തിയാകാനാണ് സാധ്യത? ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും കൂടി ഉണ്ട്? അങ്ങനെയുള്ള ചിന്തയിൽ കൂടി അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടോ? ദിവിഷ, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ ലളിത് ജായെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ഈ പാർലമെന്റ് ആക്രമണം പദ്ധതി ഇട്ടത് തന്നെ ഈ അധ്യാപകനായിട്ടുള്ള ലളിത് ജായ് ആണ്. അതായത് ഇതുവരെ പിടിയിലാകാത്ത, ഇതുവരെ ഒളിവിലുള്ള ആ ലളിത് ജായെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യമാണ്. ആ 4 പേർ പോലീസിന്റെ പിടിയിലായ സമയത്ത് ഈ ലളിത് ജാ ആക്രമണ ദൃശ്യങ്ങൾ, ഫോണിൽ പകർത്തിയ ആക്രമണ ദൃശ്യങ്ങൾ ഒരു NGO യൂണിയന് അയച്ചു നൽകിയിരുന്നു. ആ NGO യൂണിയൻ ഏതാണ്, അവരുമായിട്ട് ഈ പ്രതികൾക്ക് എന്താണ് ബന്ധം എന്നുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചു കൂടി ഇപ്പോൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാരണം മറ്റ് സംഘങ്ങളുമായോ മറ്റ് സംഘടനകളുമായിട്ടോ ഇവർക്ക് ഇപ്പോഴും ബന്ധമുണ്ട് എന്നുള്ള ഒരു സാധ്യത കൂടി പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൂടി കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള 4 പേരും അതിനോടൊപ്പം തന്നെ പിടിയിലായിട്ടുള്ള വിശാൽ ശർമ്മയുടെ ഭാര്യയെയും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ രാത്രിയാണ് ഈ വിശാൽ ശർമ്മയെ ഗുരുഗ്രാമിലെ വീട്ടിൽ നിന്നും പിടികൂടിയത്. വിശാൽ ശർമ്മയുടെ വീട്ടിലായിരുന്നു ഈ മറ്റ് 5 പേരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ താമസിച്ചത്. അവർ കഴിഞ്ഞ ആഴ്ചയാണ് ഡൽഹിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ജനുവരി മുതൽ ഈ ആക്രമണത്തിന് പദ്ധതിയിട്ട് അവർ പലതവണ റിഹേഴ്സൽ നടത്തിയതായിട്ടുള്ള വിവരങ്ങളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും സമാനമായി തന്നെ ഇവർ പാർലമെന്റിനകത്ത് കയറി ഈ വിലയിരുത്തൽ, എങ്ങനെ ആക്രമണം പദ്ധതിയിടണമെന്നുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു. NGOയ്ക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു വന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിലവിൽ പിടിയിലുള്ളവരിൽ നിന്ന് അതിനെക്കുറിച്ച് വിവരങ്ങൾ അറിയാൻ സാധ്യതയുണ്ടല്ലോ. ഈ പാവം ചെറുപ്പക്കാരെ ഏതെങ്കിലും രീതിയിൽ എന്തിൻ്റെങ്കിലും ഭാഗമാക്കിയതാണോ, അതിൻ്റെ ആയുധമാക്കിയതാണോ എന്ന് ഒക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആ NGOയിലേക്കുള്ള അന്വേഷണത്തിൻ്റെ പോക്ക് എങ്ങനെയാണ്? എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ വിദേശ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന NGOs ഒക്കെ നിരവധി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും ദിവിഷ, ഔദ്യോഗികമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ഈ NGOയെ പറ്റി. അത് ഈ പിടിയിലായിട്ടുള്ള 5 പേരുടെ ഭാഗത്തു നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അങ്ങനെ വ്യാപിപ്പിക്കുന്നത്. ഈ NGOയ്ക്ക് ദൃശ്യം അയച്ചു നൽകി എന്നുള്ള കാര്യം തന്നെ ഇവർ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ ലളിത് ജായും ആക്രമണം നടക്കുന്ന സമയത്ത് പാർലമെന്റിന് പുറത്ത് ഈ നീലത്തിനോടും മറ്റൊരാളോടും ഈ പാർലമെന്റിന് പുറത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് ഇവരെ പിടികൂടുന്നതിന് തൊട്ടു മുമ്പാണ് അയാൾ അവിടെ നിന്നും കളഞ്ഞത്. അയാളെ ഇതുവരെയും പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ല. ആ അധ്യാപകൻ തന്നെയാണ് ഈ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നുള്ളൊരു വിവരം നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാളെ പിടികൂടുക എന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം ലക്ഷ്യമെന്ത് എന്നുള്ള കാര്യം അത് ഇവരുടെ മൊഴിയിൽ നിന്നും വ്യക്തമാവുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായിട്ടും ലക്ഷ്യമെന്ത് എന്നുള്ള കാര്യം, പിന്നെ മറ്റ് സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ലളിത് ജായുടെ മൊഴിയിൽ നിന്നോ അല്ലെങ്കിൽ അയാളെ പിടികൂടി ചോദ്യം ചെയ്യാൻ മാത്രമേ അത് പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 1.5 വർഷമായി ഈ 6 പേർക്കും പരസ്പരം അറിയാം. ഭഗത് സിംഗ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇവർ പരിചയപ്പെടുന്നത്. അതിനുശേഷം കഴിഞ്ഞ ജനുവരി മുതലാണ് ഇവർ ആക്രമണത്തിന് പദ്ധതിയിടുന്നത്. നിരവധി തവണ ഇവർ പാർലമെന്റ് പരിസരത്തിലേക്ക് എത്തിയിട്ടുണ്ട്, അവിടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അകത്ത് പ്രവേശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.